ചങ്ങായിമാരെ കൊണ്ട് ഒരു രക്ഷയില്ല ഗൈസ്, ഒന്നും പറയണ്ട. ഇന്ന് വിഷുവിൻ്റെ തലേന്നായിട്ട് ചങ്ങായിമാർ കൊണ്ടുപോയി തന്നെ പറയാം വിഷു. ഇതാ നോക്കിക്കോ, ഇപ്പം ഏകദേശം 2 മണി കഴിഞ്ഞ് എത്രയോ സെക്കൻഡായി. എല്ലാം ഇതാ നല്ല ഉറക്കമാണ്. ഞാനാണെങ്കിൽ വീട്ടിൽ കിടന്ന് നല്ലൊരു ഉറക്കം ഉറങ്ങാമെന്ന് വിചാരിച്ചായിരിക്കും. അപ്പോഴത്തേക്ക് എല്ലാം കൂടി ചാടി വന്നു ഇങ്ങോട്ടേക്ക്. ശനിയാഴ്ച രാത്രി ഏകദേശം ഒരു 12:30 ആയി കാണും. ഒരേ വിളിക്കുന്നുണ്ട്, എടാ അർജൻറ്റ് ഒരു സ്ഥലത്ത് പോകണം, വാന്ന് പറഞ്ഞിട്ട്. ഓടി വണ്ടി കയറിയപ്പോൾ മനസ്സിലായത് മൂകാംബിക ട്രിപ്പാന്ന്. എനിക്ക് ശരിക്കും ഒന്നും മര്യാദക്ക് മുണ്ടെടുക്കാൻ വരെ സമയം കിട്ടിയില്ല. ചാടി ഇറങ്ങി ഓടി വന്നു. അതാണ് നിങ്ങൾ ആദ്യം കണ്ട ഷോട്ട്. എന്ത് ചെയ്യുന്നുണ്ട്, വിളിക്കുമ്പോൾ പോകാണ്ടിരിക്കാൻ പറ്റുക. അങ്ങനെ നമ്മൾ ഏകദേശം മംഗലാപുരം ബോർഡർ അല്ലെങ്കിൽ ടോള് എത്തിയപ്പോൾ ഒരു ചായക്കടയിൽ കയറിയിട്ട് നല്ല 2 ചായ അടിച്ച് അവിടുന്ന് യാത്ര തുടങ്ങി. അങ്ങനെ നമ്മൾ ഏകദേശം മൂകാംബിക അമ്പലത്തിൻ്റെ മെയിൻ ഗേറ്റ് കാണുമ്പോഴത്തേക്കാണ് കൂട്ടത്തിൽ ഓരോരാളായിട്ട് എഴുന്നേക്കാൻ തുടങ്ങിയത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചങ്ങായിമാരെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, KGF എന്ന് പറഞ്ഞിട്ട്. ഒരു 10-17 ആൾ വരും. ഇവരെല്ലാവരും പൊക്കണമെന്നുണ്ടായിന്. പക്ഷെ സമയം 12:30 ആയതുകൊണ്ട് എല്ലാവരും ഒന്നും കിട്ടിയില്ല. എല്ലാവരും വിഷുവിൻ്റെ എല്ലാം തിരക്കായതുകൊണ്ട് ഓരോരോ വഴിക്കായി പോയി. അങ്ങനെ ഒരു 5:45 ആകുമ്പോഴത്തേക്ക് നമ്മൾ കറക്റ്റ് അമ്പലത്തിലെത്തി. അങ്ങനെ ഇവിടുന്ന് കുളിച്ച് ഫ്രഷായി അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് റൂം എടുക്കണം. അതിനായിട്ട് നമ്മൾ അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി. ഒരുപാട് റൂം അവൈലബിൾ ആണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അന്ന് കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞത് ഇവിടെ ത്രിവേണി സംഘമുണ്ട്, അവിടെ പോയി ഒരു കുളിച്ച് അടിപൊളിയായിരിക്കും, അവിടെ നമുക്ക് കുളിച്ച് ഫ്രഷായി നേരെ അമ്പലത്തിലേക്ക് പോകാം. പിന്നെ ഒന്നും നോക്കിയില്ല. ഇവരുടെ കൂടെ ചാടി ഇറങ്ങുമ്പോൾ എനിക്കൊരു മുണ്ട് പോലും ഉണ്ടായിട്ടില്ല. കുളിച്ച് ഫ്രഷായിട്ട് നേരെ അവിടെ അടുത്തുള്ളൊരു ഷോപ്പിൽ പോയി നല്ല വെള്ളം മുണ്ടും വാങ്ങി എല്ലാവരും സെറ്റായി നേരെ അമ്പലത്തിലേക്ക് വിട്ടു. അമ്പലത്തിന് പുറത്തൊന്നും അധികം ആളുണ്ടായില്ല, പക്ഷേ അകത്തേക്ക് കയറിയപ്പോഴത്തേക്ക് നല്ല തിരക്കായിരുന്നു. ഒരു 3-4 റൗണ്ട് ക്യൂ തന്നെ ഉണ്ട് അതിൻ്റെ വെളിയിൽ. ആദ്യമായിട്ടാണ് ഞാൻ മൂകാംബിക അമ്പലത്തിൽ അന്ന് പോകുന്നത്. ശരിക്കും എല്ലാവരും പറയും മൂകാംബിക അമ്പലത്തിൽ പോകണമെങ്കിൽ ദേവിയുടെ ശരിക്കും വെളി വരണം. നമ്മൾ KGF അപ്പോൾ അവരാ നേരത്തെ അതിലൊരു 3-4 ആൾ നേരത്തെ ഒരു 2-3 ആഴ്ച മുമ്പേ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, നമുക്ക് മൂകാംബിക പോകണം. ശരിക്കും പ്ലാനിൽ ഞാനുണ്ടായില്ല, പക്ഷേ നമ്മളെ 5 ആളെയാണ് ഇപ്പം ദേവി വിളിച്ചത്. ശരിക്കും അമ്പലത്തിൽ പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ പ്രത്യേക ഒരു ആംബിയൻസാണ്. ഞങ്ങൾ എത്തിച്ചേർന്ന സമയം എന്ന് പറഞ്ഞാലും കറക്റ്റ് നട നടക്കുന്ന നേരത്ത് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ നട തുറന്ന് ദേവിയെ കാണുവാനും ഞങ്ങൾക്ക് പറ്റി. ഇതിൻ്റെ അകത്തേക്ക് ക്യാമറയും ഫോണും ഒന്നും അലൗഡല്ല. അതുകൊണ്ട് തന്നെ ദേവിയെ ദർശിച്ച ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി അവിടെ ഉണ്ടായിരുന്ന ചുറ്റുമുള്ള അമ്പലത്തിലൊക്കെ തൊഴുതു. അങ്ങനെ തൊഴുതിറങ്ങുമ്പോൾ പല പൂജകളും ഹോമങ്ങളൊക്കെ നടക്കുന്ന ചില കാഴ്ചകൾ കാണുകയുണ്ടായി. അങ്ങനെ തൊഴുത് 2 ഫോട്ടോയൊക്കെ എടുത്ത് ഞങ്ങൾ അവിടുന്ന് പതിയെ ഇറങ്ങി. നാളെ വിഷു അല്ലേ, നേരത്തെ വീട്ടിലെത്തിയിട്ട് വേണം ബാക്കിയുള്ള പരിപാടികളെല്ലാം ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. വീട്ടിൽ അമ്മയിൽ എണീക്കുമ്പോഴായിരിക്കും ഞാനൊന്നും ഇല്ലാത്ത കാര്യം അറിയുന്നു, രാവിലെ മൂകാംബിക പോയ വിവരം അറിയുന്നു. അങ്ങനെ കർണാടക ആയതുകൊണ്ട് ഫുൾ ടാങ്ക് എണ്ണയും അടിച്ച് അടുത്തുണ്ടായ ഒരു ഹോട്ടലിൽ കയറിയിട്ട് നല്ല രീതിക്ക് ഫുഡ് അടിച്ച് കയറ്റി. ശരിക്കും പറഞ്ഞാൽ ഈ ചങ്ങായിമാരിൽ ഇല്ലതുകൊണ്ട് ഇവിടെ വന്ന് മൂകാംബിക ദേവിനെ കാണാൻ പറ്റിയെന്ന് തന്നെ പറയാം. കാരണം ഇത്ര വർഷമായിട്ട് ഞാൻ ഇതുവരെ ഇവിടെ വന്നിട്ട് നല്ലൊരു അനുഭവമായിരുന്നു. പിന്നെ യാത്ര പോയിക്കൊണ്ടിരിക്കുന്ന മംഗലാപുരം കഴിയുമ്പോൾ സൈഡിൽ മൊത്തം കണിക്കൊന്ന് ഇങ്ങനെ പൂത്തൊലഞ്ഞ് നിൽക്കും. ഒന്നും നോക്കിയിട്ട് എല്ലാവരും ചാടി ഇറങ്ങി ഓടിക്കേറി കുട്ടുമരത്തിൻ്റെ മണ്ടേ കയറി എല്ലാം പറിച്ചു. ഒട്ടും സമയം ഇല്ലാത്തത് കൊണ്ട് തന്നെ നേരെ വീട്ടിലെത്തി പടക്കവും പൊട്ടിച്ച് കിടന്നുറങ്ങി. അങ്ങനെ രാവിലെ കണി കാണാൻ വേണ്ടി എഴുന്നേറ്റു. ഈ വിഷുവിനൊരു പ്രത്യേകതയുണ്ട്, വീട്ടുവിൻ്റെ കോടി വിഷുവാണ്. അതുകൊണ്ട് കണിയൊക്കെ കണ്ട് 2 ഫോട്ടോഷൂട്ടൊക്കെ എടുത്തിട്ട് നേരെ മീൻകുളം അമ്പലത്തിലേക്ക് വെച്ച് പിടിച്ചു. വിഷു ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. ചുറ്റുവട്ടത്തുള്ള എല്ലാവരും മീൻകുളത്ത് തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ നേരെ വന്ന് വിഷു സദ്യയൊക്കെ കഴിച്ച് അങ്ങനെ